പിന്നെ ഞങ്ങളുടെ വില്ലാറ്റൂർ ഒന്ന് കണ്ടു നോക്കിയാലോ? ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 3 വർഷമായി. ഞാൻ വരുന്ന സമയത്ത് ഒരു 4 റൂം ഇവിടെ ഒഴിഞ്ഞു കിടക്കിയിരുന്നു. അതിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ഇപ്പൊ എടുത്തത്. പുറത്തുനിന്ന് ആര് വന്ന് കണ്ടാലും പറയും ഇത് ഗൾഫിലെ തമിഴ്നാടാണെന്ന്. ആ ഒരു സ്റ്റൈലിലാണ് ഈ വില്ല ഉള്ളത്. ഈ വില്ലാറ്റൂർ ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് നാളായി വിചാരിക്കണം. ഇവിടുന്ന് പോയി കഴിഞ്ഞാലും അതിരുന്ന് കാണാമല്ലോ. ഒരുപാട് ഫാമിലീസ് വന്നു പോയിട്ടുള്ള ഒരു വില്ലായിരിക്കും ഇത്. ഇന്നലെ നിങ്ങള്, ഇന്ന് ഞങ്ങള്, നാളെ മറ്റാരെങ്കിലും ആയിരിക്കും ഇവിടെ താമസിക്കുക. പക്ഷെ കുറച്ച് ദിവസം കൊണ്ട് ഈ വില്ലയിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടാ. അല്ലെങ്കിലും വില്ലയിലൊക്കെ പെട്ടെന്നാണല്ലോ ചേഞ്ചസ് വരിക. ഇപ്പോ മതിലുകൾ എന്ന നോവലിലെ ഒരു അവസ്ഥയാണ് ഇവിടെ. കാരണം ഒരു 3 ഫാമിലീസ് ഈ മതിലിന്റെ അപ്പുറത്താണുള്ളത്. ഈ ഗേറ്റിലൂടെയുള്ള അവരെ എൻട്രൻസിന് ഒരു തീരുമാനമായി. കുറച്ച് ദിവസം നെഞ്ചത്തടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു എല്ലാവരും. വെറുതെ പറയട്ടാ, ഏകദേശം അതുപോലെ ഒരു മാനതായിരുന്നു കുറച്ച് ദിവസം. പിന്നെ ഇവിടെ ഉള്ളതൊന്നും നമുക്ക് സ്വന്തമല്ലല്ലോ. ചേഞ്ചസ് ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. ഇപ്പൊ ഇതൊരു തറവാട് വീട് പോലെയാണ്. പണിയൊക്കെ പെട്ടെന്ന് തീർത്ത് അവര് മക്കളെയും കൊണ്ട് ഇങ്ങോട്ട് വരും. ഇപ്പൊ അവിടെ ഇവിടെ ആകെ അലങ്കോലായിട്ട് കിടക്കാട്ടോ. ഒരുപാട് പൊടിയും ചളിയും ഒക്കെയാണ്. സ്റ്റിൽ ഞങ്ങൾ എല്ലാവരും അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. അതല്ലെങ്കിലും ഏതൊരു കാര്യത്തിലും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കിനി ഇഷ്ടമല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടിയാലും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് എല്ലാവരും ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണ് ഇതൊന്നും കാര്യമാക്കാതെ ഇവിടെ നിൽക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഇനി കൂടുതൽ ചേഞ്ചസ് ഉണ്ടാവുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വീഡിയോ എടുത്ത് വെക്കാന്ന് വിചാരിച്ചു. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ വരുന്ന അറിയില്ല. എന്തായാലും പഴയ വില്ലകളല്ല ഇതൊക്കെ, ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാല്ലേ. ഇതുപോലെ ഒരു ആംബിയൻസ് ഇനി ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് കഷ്ടം തന്നെ ആയിരിക്കും. അപ്പോ പറ്റുന്നത് പോലെ പറ്റണ വരെ ഇവിടെ തന്നെ. ബൈ.